നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഭക്തി എന്നത് പ്രായോഗിക ശാസ്ത്രമാണ്. പ്രായോഗികമായ ഒരു ജീവിത രീതിയാണ്. വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും താളലയം കൊണ്ടുവരാൻ ഭക്തി വളരെയേറെ സഹായിക്കുന്നു. ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പലരും ഇഷ്ടദേവനോട് സങ്കടങ്ങൾ പറയാറുണ്ട്. വിശ്വാസമുള്ള ഒരാൾക്ക് അത് സാന്ത്വനവും പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നു. ഒരു ബലൂണിൽ അമിതമായി കാറ്റ് നിറച്ചാൽ അത് പൊട്ടിപ്പോകും. അതുപോലെ മനസ്സിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞാൽ ജീവിതത്തിൻ്റെ താളം തെറ്റും. മിക്കവരും അവരുടെ പരാതികൾ മറ്റുള്ള വ്യക്തികളോട് പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അതിൻ്റെ ഫലം വലിയ തവളയെ ചെറിയ പാമ്പ് വിഴുങ്ങാൻ ശ്രമിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണ്. ആശ്വാസത്തിന് പകരം ദുഃഖം ഒന്നുകൂടി വർദ്ധിക്കും. എന്നാൽ വിശ്വാസപൂർവ്വം ഈശ്വരനെ ആശ്രയിച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും മനസ്സിന് ശാന്തി ലഭിക്കും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. പങ്കുരിഹ പ്രഥിതോ വ്രജതി ചയോ വാർദ്ധകേ തീർത്ഥം കിം തീർത്ഥമപി ച മുഖ്യം ചിത്തമലം യന്നിവർത്തയതി. പങ്കുരിഹ പ്രഥിതോ വ്രജതി ചയോ വാർദ്ധകേ തീർത്ഥം കിം തീർത്ഥമപി ച മുഖ്യം ചിത്തമലം യന്നിവർത്തയതി. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 81-ാം ചോദ്യം ആരാണ് മുടന്തൻ എന്നാണ്. വാർദ്ധക്യത്തിൽ തീർത്ഥയാത്ര ചെയ്യുന്നവനാണ് മുടന്തൻ എന്നാണ് ആചാര്യൻ്റെ മറുപടി. തുടർന്നുള്ള ചോദ്യം മുഖ്യമായ തീർത്ഥം ഏതാണെന്നാണ്. ഈ ചോദ്യങ്ങളെ വിശദമായി വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. പ്രശ്നോത്തര രത്നമാലികയിൽ 33 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. കണ്ണുള്ളവരാണെങ്കിലും അന്ധരാര് എന്ന് ചോദിച്ചു. അവിടെ പറഞ്ഞു നാസ്തികന്മാരായ മനുഷ്യന്മാരാണ്. തുടർന്ന് 81-ാമത്തെ പ്രശ്നം. കഃ പങ്കുരിഹ പ്രഥിതോ വ്രജതി ചയോ വാർദ്ധകേ തീർത്ഥം കിം തീർത്ഥമപി ച മുഖ്യം ചിത്തമലം യന്നിവർത്തയതി. കഃ ഇഹ പങ്കുഹു പ്രഥിതഃ. ഇഹ ഇവിടെ ഈ ലോകത്തിൽ മനുഷ്യലോകത്തിൽ കഃ പങ്കുഹു ഇതി പ്രഥിതഃ. മുടന്തനാണെന്ന് പ്രസിദ്ധനാരാണ്? ആരാണ് മുടന്തൻ? പങ്കു എന്ന് പറഞ്ഞാൽ മുടന്തൻ, ശരിയായി നടക്കാൻ കഴിവില്ലാത്തവൻ. അപ്പോൾ ഇവിടെ മുടന്തനെന്ന് പ്രസിദ്ധൻ ആരാണെന്നാ ചോദ്യം. ഇപ്പോൾ സാധാരണഗതിയിൽ ലോകത്തിൽ
കാല് വയ്യാത്തവൻ അഥവാ ഒരു കാലിന് കുഴപ്പമുള്ളവൻ, രണ്ട് കാലുകൾക്കും കുഴപ്പമുള്ളവൻ, മര്യാദയ്ക്ക് നടക്കാൻ വയ്യാത്തവൻ, അവരെയാണ് നമ്മൾ മുടന്തെന്ന് പറയുക. എന്നാൽ വിശേഷമായിട്ടുള്ള അർത്ഥം ഇവിടെ പറയുകയാണ്, യഹ വാർദ്ധകേ തീർത്ഥം വ്രജതി. ആരാണോ വാർദ്ധക്യത്തിൽ തീർത്ഥാടനം ചെയ്യുന്നത് അവനാണ് മുടന്തൻ. വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണിത്. വാർദ്ധക്യത്തിൽ വയസ്സായിട്ട് തീർത്ഥാടനം ചെയ്യുന്നവൻ. അപ്പോൾ വയസ്സായി ഇനി മറ്റൊന്നിനും പറ്റില്ല എന്നാൽ പിന്നെ തീർത്ഥയാത്രയൊക്കെ ചെയ്യാം. അമ്പലങ്ങളിലേക്ക് പോകുന്നു, അതുപോലെ ഗുരുനാഥൻ്റെ അരികിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് അവരെ മുടന്തനെന്ന് പറഞ്ഞത്? അവരൊരിക്കലും ഉചിതമായ പ്രവൃത്തി ചെയ്യുന്നവരല്ല. എന്ന് വെച്ചാൽ വാർദ്ധക്യത്തിൽ തീർത്ഥാടനം ചെയ്യരുത് എന്നല്ല അർത്ഥം. വാർദ്ധക്യത്തിലും തീർത്ഥാടനം ചെയ്യാം, വൃദ്ധനും ക്ഷേത്ര ദർശനം ചെയ്യാം, ഒരിക്കലും അരുതെന്നല്ല അർത്ഥം. മറിച്ച് ഇതൊക്കെ യൗവനത്തിൽ ചെയ്യേണ്ടതാണ്. ഇപ്പം തീർത്ഥാടനം ചെയ്യുന്നത്, ക്ഷേത്രാടനം ചെയ്യുന്നത്, ഗുരുനാഥനരികെ ഉപസദനം ചെയ്യുന്നത് ഒക്കെ ബാല്യ യൗവന കൗമാരങ്ങളിലെല്ലാം വേണ്ടതാണ്. അവനവൻ്റെ ഉള്ളിൽ അളവറ്റ ശക്തിയുള്ള സമയത്താണ് ഇതെല്ലാം ചെയ്യേണ്ടത്, വാർദ്ധക്യത്തിലല്ല. എന്നാൽ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും തീർത്ഥാടനവും വേണ്ട, ക്ഷേത്രവും വേണ്ട, ഗുരുനാഥനും വേണ്ട, ശാസ്ത്രവും വേണ്ട, ഒന്നും വേണ്ട. വെറും വിഷയങ്ങളുടെ മേഖലയിൽ മാത്രം മുങ്ങി മയങ്ങിക്കഴിഞ്ഞു. അവസാനം വാർദ്ധക്യം വന്നപ്പോൾ ഇനി മറ്റൊരു ശരണമില്ലല്ലോ എന്ന് മനസ്സിലായപ്പോൾ തീർത്ഥാടനം ചെയ്യുകയാണ്, ക്ഷേത്രങ്ങളിലേക്ക് പോവുകയാണ്, ഗുരുനാഥന്മാരുടെ അടുത്തേക്ക് പോവുകയാണ്. അത് വെറും മുടന്താണ് എന്നാണ് പറയുന്നത്. ഇവിടെ അത് പാടില്ല എന്നല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. മറിച്ച് യുവത്വത്തിലെ, ബാല്യത്തിലെ സത്സംഗങ്ങൾ, തീർത്ഥാടനങ്ങൾ, ക്ഷേത്ര ദർശനങ്ങൾ, ശാസ്ത്ര സ്വാധ്യായങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഉപദേശം. അല്ല എങ്കിൽ മുടന്തൻ ലക്ഷ്യത്തിലെത്താൻ പ്രയാസപ്പെടുന്നത് പോലെ വാർദ്ധക്യത്തിലുള്ള തീർത്ഥാടനം ലക്ഷ്യപ്രാപ്തിക്ക് വളരെ പ്രയാസകരമായിരിക്കും. ഇതാണ് താത്പര്യം. അതുകൊണ്ട് ആ ഉപദേശം മനസ്സിലാക്കി നമുക്ക് ചെറുപ്പത്തിൽ തന്നെ, ശക്തിയുള്ളപ്പോൾ തന്നെ, ഇന്ദ്രിയങ്ങളെല്ലാം പ്രബലങ്ങളായിരിക്കുമ്പം തന്നെ തീർത്ഥാടനവും ക്ഷേത്രദർശനവും ഗുരുസേവയും എല്ലാം ചെയ്യാൻ സാധിക്കുമാറാകട്ടെ. അതിനുള്ള പരിശ്രമം നമ്മളിൽ നിന്നുണ്ടാവട്ടെ. അടുത്ത ചോദ്യം, കിം മുഖ്യം തീർത്ഥം അപി? ഏതാണ് മുഖ്യമായ തീർത്ഥം? ഇപ്പോൾ സാധാരണഗതിയിൽ പല തീർത്ഥങ്ങളെ നമ്മൾ പറയാറുണ്ട്. മോക്ഷപുരികളെ പറയുന്നു, മോക്ഷനദികളെ പറയുന്നു, തീർത്ഥഗുരുവെ പറയുന്നു, തീർത്ഥരാജിനെ പറയുന്നു, ദ്വാദശ ജ്യോതിർലിംഗങ്ങളെ പറയുന്നു, 51 ശക്തിപീഠങ്ങളെ പറയുന്നു, ചതുർധാമങ്ങളെ പറയുന്നു. ഇങ്ങനെ അനേക തീർത്ഥങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം നമുക്കുണ്ട്. മഹിമാബോധത്തോടുകൂടി ആ തീർത്ഥങ്ങളിലേക്കൊക്കെ നമ്മൾ ആടനം ചെയ്യാറുമുണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് മുഖ്യം എന്ന ശബ്ദം പ്രയോഗിച്ചത്. മുഖ്യമായ തീർത്ഥം ഏതാണ്? ഇതൊക്കെ തീർത്ഥങ്ങളാണ്, എല്ലാം ശ്രേഷ്ഠങ്ങളാണ്. എന്നാൽ മുഖ്യമായ തീർത്ഥം ഏതാണ്? ഇതാണ് ചോദ്യം. മറുപടി, ചിത്തമലം യത് നിവർത്തയതി. യാതൊന്നാണോ മനസ്സിലെ മാലിന്യങ്ങളെ ഇല്ലാതാക്കുന്നത്, മനോമാലിന്യങ്ങളെ ഇല്ലാതാക്കുന്നത്, അതാണ് ശരിയായ തീർത്ഥം. ഇത്തരം സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ മനോമാലിന്യം ഇല്ലാതായോ എങ്കിൽ തീർച്ചയായിട്ടും അത് തീർത്ഥമാണ്. അല്ല, ശരിയായ ഗുരുനാഥനരികെ ചെന്നപ്പോൾ നമ്മുടെ മനോമാലിന്യം ഇല്ലാതായോ, അത് ശരിയായ തീർത്ഥമാണ്. എന്തെങ്കിലും സദ്വിചാരം ചെയ്തപ്പോൾ നമ്മുടെ മനോമാലിന്യം നീങ്ങിയോ, അത് ശരിയായ തീർത്ഥമാണ്. അപ്പോൾ തീർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോമാലിന്യത്തെ ഇല്ലാതാക്കുന്നതാണ്. മനസ്സിലെ കുശുമ്പ്, അസൂയ, താരതമ്യ ബുദ്ധി, കാമക്രോധ ലോഭ മോഹമത മത്സര്യങ്ങൾക്ക് അടിമയായിരിക്കുന്ന അവസ്ഥ, മറ്റുള്ളവരിൽ ദോഷം കാണുന്ന ബുദ്ധി, ഇങ്ങനെ എന്തെല്ലാം ചിത്തമലങ്ങളുണ്ടോ ആ ചിത്തമലങ്ങളെ മുഴുവൻ നീക്കി അന്തഃക്കരണത്തെ പരിശുദ്ധമാക്കുന്നതാണ് വാസ്തവത്തിൽ തീർത്ഥം. തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യവും ഈ അന്തഃക്കരണ ശുദ്ധി തന്നെയാണ്. അപ്പോൾ അന്തഃക്കരണ ശുദ്ധിയെ നമുക്ക് നൽകുന്നത് എന്തോ അതാണ് തീർത്ഥം. അപ്പോൾ അത് ശാസ്ത്രവിചാരം കൊണ്ടാണോ? ശാസ്ത്രം തന്നെയാണ് തീർത്ഥം. അത് ഗുരുനാഥൻ്റെ സാമീപ്യമാണോ? ഗുരു തന്നെയാണ് തീർത്ഥം. അതിനി ലോകപ്രസിദ്ധമായ ഏതെങ്കിലും തീർത്ഥത്തിൽ നമ്മൾ അവഗാഹം ചെയ്യുമ്പോഴാണോ? എങ്കിൽ അത് തന്നെയാണ് തീർത്ഥം. അപ്പോൾ എന്താണോ അന്തഃക്കരണത്തെ ശുദ്ധമാക്കുന്നത്, അന്തഃക്കരണത്തിലെ മാലിന്യങ്ങളെ ഇല്ലാതാക്കുന്നത്, അതാണ് തീർത്ഥം. ഇതാണ് കിം തീർത്ഥം അപിച്ച മുഖ്യം. ഇവിടെ മറ്റെല്ലാ തീർത്ഥങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നത് കൊണ്ടാണ് അപിച്ച മുഖ്യം എന്ന് പ്രയോഗിച്ചത്. മുഖ്യമായ തീർത്ഥം ഏത്? ചിത്തമലം യത് നിവർത്തയതി. യാതൊന്ന് അന്തഃക്കരണത്തിലെ മാലിന്യങ്ങളെ ഇല്ലാതാക്കുന്നു, അതാണ് തീർത്ഥം.
അങ്ങനെ വരുമ്പോൾ ആ തീർത്ഥത്തെ മുൻ വാക്യവുമായി ബന്ധിപ്പിച്ചാൽ ചെറുപ്പത്തിൽ തന്നെ സേവിക്കേണ്ടതാണ്. ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും സേവിക്കേണ്ടതാണ്. അല്ലാതെ വാർദ്ധക്യത്തിൽ അത്തരം തീർത്ഥങ്ങളെ സേവിക്കുമ്പോൾ അതൊരു പങ്കുവിനെ പോലെ മുടന്തനെ പോലെയായി തീരും എന്നുകൂടി കഴിഞ്ഞ പ്രശ്നവുമായി ബന്ധിപ്പിച്ചാൽ മനസ്സിലാവും. അപ്പോൾ തീർത്ഥാടനം, ഗുരുസേവ തുടങ്ങിയവ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഊർജം നല്ലപോലെ ഉള്ളപ്പോൾ തന്നെ ചെയ്യേണ്ടതാണ് എന്ന് ഭാവം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. വസുദേവൻ പറയുന്നത് അത്രയും ഇപ്പം മരണത്തെക്കുറിച്ചാണ്. കംസാ നീ മരിക്കും എന്നുള്ള കാര്യത്തിൽ നിശ്ചയമാണ്. കാര്യം എന്താ? ദേഹമെടുത്തു. ജനിച്ചതിന് എന്തായാലും നാശം ഉണ്ടാവും. നശിച്ചത് എന്തായാലും നശിച്ചു തന്നെ പോവും. പിന്നെ അത് ലഭിക്കില്ല. പക്ഷേ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, അതിലുള്ള ജീവൻ നശിക്കുന്നില്ല എന്ന ആശയമാണ് പറയുന്നത്. കാര്യം എന്തുകൊണ്ട്? ശരീരം ഒരു മാല നൂലിൽ കോർത്തിട്ടിരിക്കുന്ന പൂക്കളെ പോലെ. മാലയ്ക്കകത്ത് മാല കെട്ടിച്ചാർത്തുമ്പോൾ നമ്മൾ നൂല് കാണില്ല, പക്ഷേ അതിനകത്ത് പൂക്കളെ കാണാറുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ ആ മാലകളെല്ലാം ഭിന്ന ഭിന്നമാകുന്നത് പോലെ ഈ ശരീരത്തിലെ നമ്മെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഈ ജീവൻ ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ, അന്യശരീരത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ ശരീര സ്മരണ പോലും ഇല്ലാത്തടത്ത് ദുഃഖിക്കേണ്ടതായ ആവശ്യം എന്നുള്ള ചോദിച്ചിട്ട് പറയുകയാണ്. യതോ യതോ ധാവതി ദൈവചോദിതം മനോവികാരാത്മകം ആപവഞ്ചസു ഗുണേഷു മായാരചിതേഷു ദേഹ്യസു പ്രപദ്യമാനസഗതേന ജായതേ. വികാരാത്മകം, വികാരം സ്വരൂപമായിട്ടുള്ളതാണ് വികാരാത്മകം. വികാര സ്വരൂപമായും ദൈവചോദിതം, കർമ്മത്താൽ പ്രേരിപ്പിക്കപ്പെടുന്നതിനെയാണ് ദൈവചോദിതം എന്ന് പറയുന്നത്. അപ്പം കർമ്മത്താൽ പ്രേരിപ്പിക്കപ്പെടുന്നതുമായിരിക്കുന്ന മനസ്സിന് ഒരു സ്വഭാവമുണ്ട്. അത് വികാരമാണ്, വികാരഭരിതമാണ്. എപ്പോഴും വികാരം കൊണ്ടിരിക്കും. ഓരോരോ വിഷയങ്ങളിലേക്ക് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് വ്യാപാരത്വമാണ് ഇവിടെ വികാരമായിട്ട് എടുക്കേണ്ടത്. മനസ്സിന് സംയമനം ശീലിക്കുക. എന്തുവായി സംയമനം എന്ന് നമ്മളാരും വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കാറില്ല. ആചാര്യന്മാർ പറയുന്നു, നമ്മളത് കേൾക്കുന്നു, അത് നമുക്ക് പ്രമാണമായി തീരുന്നു. നമ്മളും പറയുന്നു സംയമനം എന്നുള്ളത്. കാമക്രോധാദികളുടെ ഇരിപ്പിടമാണ് മനസ്സ്, ബുദ്ധി, വിഷയാദികൾ. ഇതിലാണ് കാമക്രോധാദികൾ ഇരിക്കുന്നത്. ഈ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ കാമക്രോധാദികളുടെ ഇരിപ്പിടമാകുമ്പോൾ ആരെ നിയന്ത്രിച്ചാലാണ് ഈ ഇരിപ്പിടങ്ങളായിരിക്കുന്നവരെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുക എന്ന് ആലോചിച്ചാൽ മതി. ആരെ നിയന്ത്രിക്കണം? മനസ്സിനെ, ബുദ്ധിയെ, ഇന്ദ്രിയങ്ങളെ. മനസ്സിലായല്ലോ? അപ്പോൾ വേദാന്തപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം സംയമനം എന്ന് പറഞ്ഞാൽ മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും ഇരിക്കുന്ന കാമക്രോധാദി വിഷയങ്ങളെ നിയന്ത്രിക്കുന്നത്, കാമക്രോധാദി വിഷയങ്ങളെ ആ ഇരിപ്പിടത്തിൽ നിയന്ത്രിക്കുന്നതിനെയാണ് സംയമനം എന്ന് പറയുന്നത്. അവ ഇരിക്കുന്നിടത്തു നിന്ന് നിയന്ത്രിക്കുക എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ പറയുന്നു മനസ്സെപ്പോഴും വികാരമാണ്, വികാരസ്വരൂപമാണ്. അതെപ്പോഴും വ്യാപാരത്തോളുകൊണ്ട് വികാരം പരമായി തീർന്നിരിക്കുന്നു. പഞ്ചസു ഗുണേഷു, 5 ഗുണങ്ങളായും ഭൂതേഷു, ഭൂതങ്ങളായും ഇരിക്കുന്ന മായാരചിതേഷു, ദേഹങ്ങളിൽ ഏതേതിൽ ധാവതി ഓടുന്നുവോ, ധാവനം ചെയ്യുന്നു, അതിനെ ആപപ്രാപിക്കും. അസോദേഹി, ഈ ജീവൻ പ്രബദ്ധ്യമാന, അതായി തീരട്ടെ, തേനസ, അതിനോടുകൂടി ജായതേ, ജനിക്കുന്നു. ഇവിടെ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. കർമ്മങ്ങൾ, ബഹുവിധമായ കർമ്മങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് വികാരഭരിതമായിരിക്കുന്ന മനസ്സ്, അതിനെ കർമ്മത്താൽ പ്രേരിപ്പിക്കപ്പെടുന്ന ആ മനസ്സ് 5 ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഭൂതങ്ങളായി ഇരിക്കുന്നു, പഞ്ചമഹാഭൂതങ്ങളായിട്ടിരിക്കുന്നതിന് മുമ്പൊക്കെ അത് ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചമഹാഭൂതങ്ങളെക്കുറിച്ച് പൃഥിവി, തേജസ്, വായു, ആകാശാദികളാണ് പഞ്ചമഹാഭൂതങ്ങളെന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് വിചിത്രമായിരിക്കുന്ന ശരീരമാണ് നമ്മുടേത്. അങ്ങനെയുള്ള ശരീരം എന്താണ്? ദേഹങ്ങളിലെ
എപ്പോഴെപ്പോഴാണോ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കണമെന്ന് തോന്നുന്നു അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്ത് വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു, അതിനനുസരിച്ച് ജന്മം എടുക്കുന്നു. അപ്പോൾ ഇവിടെ തീർന്നു കഴിഞ്ഞാൽ ഈ അവസാന കാലത്ത് എന്താണോ ചിന്തിച്ച് വച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അടുത്ത ജന്മം നമുക്ക് ലഭിക്കുന്നതും ആകുന്നു. ഇത് ഒരുപാട് പറയേണ്ടതുള്ളത് കൊണ്ടും പറയേണ്ട വിഷയങ്ങളെ വഴിയാമണ്ണം ഇനിയും ആവർത്തിച്ച് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ളത് കൊണ്ടും നമുക്കിതിനെ വിസ്തരിച്ചൊക്കെ ഇവിടെ കേൾക്കാം. നമുക്ക് നമ്മുടെ ഭാഗങ്ങളിലേക്ക് ഒന്നും കൂടെ കടക്കുകയാണ്. യഥൈവോദക പാർത്ഥിവേശ്വത സമീരവേഗാനുഗതം വിഭാവ്യതേ ഏവം സ്വമായാരജിതേഷു അസോപുമാൻ ഗുണേഷു രാഗാനുഗതോ വിമുഹ്യതേ. പറയാണ് അദ്ദഹ ജ്യോതി, ഈ ജ്യോതിസ് ഉദകപാർത്ഥിവേഷു ജലപാത്രങ്ങളിൽ സമീരവേഗാനുഗതം വായുവേഗത്തിനനുസരിച്ച്, വായുവിന് എത്ര വേഗതയുണ്ടോ ആ വേഗത്തിനനുസരിച്ച് വിഭാവ്യത ഏത് വിധം കാണപ്പെടുന്നു. ഇപ്പോൾ ഒരു പാത്രത്തിനകത്ത് വെള്ളം വയ്ക്കൂ, എന്തായി പറഞ്ഞതിൻ്റെ സാരം പറയുകയാണ്. പാത്രത്തിനകത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നു എന്ന് വിചാരിക്കുക. അതിലൊരാൾ വന്നിട്ട് ആ വെള്ളത്തിനൊരു ചലനം ഉണ്ടാക്കി. അപ്പോൾ അതിലെ പ്രതിബിംബിക്കപ്പെട്ട സൂര്യനും ചലിക്കുന്നു. യഥാർത്ഥത്തിൽ ആര് ചലിക്കുന്നില്ല? ബിംബ സൂര്യൻ ചലിക്കുന്നില്ല, പ്രതിബിംബ സൂര്യനാണ് ചലിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതുപോലെ ഇവിടെ കാണപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നാം, യഥാർത്ഥ സൂര്യൻ ചലിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. ഏവം ഇപ്രകാരം അസോപുമാൻ, ഈ ആത്മാവ് സ്വമായ രചിതേഷു, തൻ്റെ മായാൽ ഉണ്ടാക്കപ്പെട്ടതായ ഗുണേഷു, ഗുണരൂപങ്ങളായിരിക്കുന്ന ദേഹത്തിൽ രാഗാനുഗതയെ, രാഗത്തെ പ്രാപിച്ചിട്ട് വിമുഖ്യത, ഈ ശരീരത്തിലെ രാഗത്തെ പ്രാപിച്ചിട്ടാണ് ഈ ആത്മാവ് വിമുഖ്യത, മോഹിക്കുന്നത്. മനസ്സിലായല്ലോ? എന്താണ്? ദുഃഖമൊടുക്കുന്ന തമ്പുരാനെ കൃഷ്ണ, എന്താ? തൃക്കഴൽ ഞാനിതാ കുമ്പിടുന്നു. ദുഃഖമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ? ദുഃഖമെടുത്തത് ജന്മം മൂലം. ജന്മമെടുത്തതിനെന്തേ മൂലം കൃഷ്ണ? ജന്മമെടുത്തത് രാഗം മൂലം. അപ്പോൾ ഇവിടെ പറഞ്ഞു തന്നെ ഓർത്ത് നോക്കുക. ദുഃഖമെടുത്തത് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജന്മമാണ്. ജന്മമെടുത്തത് എന്താണ് കാരണം? രാഗം. ഈ മോഹാദികളൊക്കെ വന്ന് രാഗമോഹാദികളൊക്കെ പെട്ട് അതിനകത്ത് വീണ്ടും ശരീരം എടുക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് മനസ്സ് ശുദ്ധീകരിച്ച് ഇനിയൊരു ജന്മം, പുനരഭി ജനനമേ വേണ്ട, പുനരഭി മരണമേ വേണ്ട, ഇനി ജനനീ ശൈക്യം വേണ്ട, ഒന്നും വേണ്ട. വളരെ ശുദ്ധമായ ഈശ്വരനിൽ മനസ്സ് സമർപ്പിച്ച് ആ പരമചൈതന്യത്തിൽ വിലയം പ്രാപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും വീണ്ടും ഒരു ഗതിവിധാനങ്ങൾ നമുക്ക് ഈ ലോകത്തുണ്ടാകില്ല. എല്ലാവർക്കും അതിനായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ശ്രീമഹാദേവായ നമഃ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. महादेव शिव शम्भो श्री महादेव शिव शम्भो. മലയാളക്കരയുടെ മഹിമയൂരെന്ന മലയാളക്കരയുടെ മഹിമയൂരെന്ന
മമ്മിയൂർ പരമേശ്വര ദേവ കൈലാസം വാഴും ശ്രീനിധേ ശിവനെ മഹാദേവ ശിവശംഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശംഭോ കാശിയിൽ പോകേണ്ട കൈലാസം കാണേണ്ട ശംഭു പൂജ ചെയ്യുമെങ്കിൽ എല്ലാം അറിയുന്നു ദേവദേവൻ കാശിയിൽ പോകേണ്ട കൈലാസം കാണേണ്ട ശംഭു പൂജ ചെയ്യുമെങ്കിൽ എല്ലാം അറിയുന്നു ദേവദേവൻ ഗുരുവായൂരെ കണ്ണനു ചാരത്തായി മാനവ ദുഃഖമൊഴിച്ചിടും അഖിലേശൻ വാരാണസിയുടെ നാഥാ ശംഭോ അംബാപുരമാം മമ്മിയുരനുപമ ശാശ്വത സുഹൃതം പകരും സന്നിധിയായി നമഃ ശിവായ നമഃ ശിവായ शिवाय ओम नमः शिवाय ओम नमः शिवाय प्रदोष शिवनादा ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय प्रदोष शिवनादा தோஷங்கள் நீக்கும் பிரதோஷம் சிவன் நஞ்சுண்டதால் வந்த நேரம் நாம் செய்த தீவினைகள் யாவும் அந்த பிறை சூடனருளாலே தீரும் தோஷங்கள் நீக்கும் பிரதோஷம் சிவன் நஞ்சுண்டதால் வந்த நேரம் நாம் செய்த தீவினைகள் யாவும் அந்த பிறை சூடனருளாலே தீரும்